എൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് കണിച്ചിക്കാട്ടിൽ. ഞാൻ CMI വൈദികനാണ്. ദൈവാരാധന ഏറ്റവും ശ്രേഷ്ഠം എന്ന തലക്കെട്ടിൽ ഞാൻ നൽകുന്ന പ്രഭാഷണങ്ങളിൽ രണ്ടാമത്തേതാണ് സീറോ മലബാർ കുർബാന നവീകരണ ശ്രമങ്ങൾ. ഈ പ്രഭാഷണത്തിൽ കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ, ഫാദർ പ്ലാസിഡ് CMI, ഫാദർ ആബേൽ CMI ഇവരുടെ സംഭാവനകളെപ്പറ്റിയാണ് പ്രസ്താവിക്കുന്നത്. കാർഡിനൽ പാറേക്കാട്ടിൽ സീറോ മലബാർ സഭ എന്നും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. 1957 അദ്ദേഹം എറണാകുളം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി. പിന്നീട് 1969 സീറോ മലബാർ സഭയുടെ ആദ്യത്തെ കർദിനാളായി. 1962 ആരംഭിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും കർദിനാൾ പാറേക്കാട്ടിൽ സംബന്ധിച്ചു. അത് അദ്ദേഹത്തിന് വളരെ പ്രചോദനം നൽകി. ജോൺ 21 മാർപ്പാപ്പയുടെ ആഹ്വാനം, സഭയുടെ വാതായനങ്ങൾ തുറന്നിടുക, അതിൽ ശുദ്ധമായി പ്രവേശിക്കട്ടെ. കൗൺസിൽ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം സഭയുടെ നവീകരണത്തിനായി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. സഭയുടെ ആത്മീയത, ആരാധന ഈ രംഗങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. സീറോ മലബാർ സഭ തോമസ് അപ്പസ്തോലൻ്റെ സഭയാണ്. സഭയ്ക്ക് കൽദായ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യമുണ്ട് എന്നുള്ള വസ്തുത അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ ഇന്നുള്ള ലിറ്റർജി പരിഷ്കരിക്കണമെന്നും ഭാരതീയ മൂല്യങ്ങളും ആധ്യാത്മികതയും അതിൽ കൂട്ടിച്ചേർക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1968 നിലവിലുള്ള സുറിയാനി കുർബാന ടെക്സ്റ്റ് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ലിറ്റർജിക്കൽ കമ്മിറ്റി പരിഷ്കരിച്ചു. മുഴുവൻ മലയാളത്തിലുള്ള ഒരു ടെക്സ്റ്റ് കുർബാന ജനങ്ങളെ അഭിമുഖീകരിച്ച് നടത്തുവാനായിട്ട്, ജനങ്ങളിലേക്ക് തിരിഞ്ഞു നടത്തുവാനായിട്ട് തീരുമാനിച്ചു. എല്ലാ പിതാക്കന്മാരും രൂപതകളും അതപ്പാടെ സ്വീകരിച്ചു. അങ്ങനെ വലിയ ആഴ്ചയിലെ കർമ്മങ്ങൾ, കൂദാശകൾ, കാനൂന നമസ്കാരം, മരിച്ചവരുടെ തിരുക്കർമ്മങ്ങൾ എന്നിവയെല്ലാം അതീവ സുന്ദരമാക്കി നല്ല മലയാളത്തിൽ മലയാളം കുർബാനയും മറ്റുള്ള തിരുക്കർമ്മങ്ങളും നടപ്പിൽ വന്നു. ഈ രംഗത്ത് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് ഫാദർ ആബേൽ CMI. ആബേലച്ചൻ്റെ തൂലികയിൽ നിന്ന് നിർഗളിച്ച ശ്രുതിമധുരമായ സംഗീതങ്ങൾ സുന്ദരമായിട്ടുള്ള മലയാളത്തിൽ നടപ്പിലായി. എറണാകുളം കലാഭവൻ കാർഡിനൽ പാറേക്കാട്ടിൻ്റെ ഒരു സംഭാവനയാണ്. കലാഭവൻ ആരാധനാ സംഗീതത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സ്രോതസ്സായിരുന്നു. 1000-ലധികം ഗാനങ്ങൾ ബഹുമാനപ്പെട്ട ആബേലച്ചൻ രചിച്ചിട്ടുണ്ട്. അതിനെല്ലാം സംഗീതം പകർന്നത് കലാഭവനിലെ ആന്റണി മാസ്റ്റർ. പാടിയത് യേശുദാസ്, സുജാത തുടങ്ങിയ ഗാന. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിൽ വരുന്നത് ബഹുമാനപ്പെട്ട പ്ലാസിഡ് CMI അച്ഛനാണ്. അദ്ദേഹം CMI വൈദികനാണ്. പൗരസ്ത്യ സഭകളെയും ആരാധനക്രമത്തെയും സംബന്ധിച്ച് പഠിക്കുവാൻ അദ്ദേഹം ദീർഘകാലം റോമിലായിരുന്നു. റോമിൽ വെച്ച് ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യമായി. തോമസ് ലീഹായുടെ സമൂഹം എന്നറിയപ്പെടുന്ന നമുക്ക് സാർവത്രിക സഭയിൽ ഒരു സ്ഥാനം വേണമെങ്കിൽ അതിന് ഒരു ആരാധനാ പാരമ്പര്യം വേണം. അതിനെ അംഗീകരിക്കണം. 4-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് ഇവിടെ ഒരു ആരാധനാ പാരമ്പര്യം, അതായത് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമ പാരമ്പര്യം നമുക്കുണ്ട്. അതിൻ്റെ ബലത്തിലാണ് 1923 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായത്. പക്ഷെ പ്ലാസിഡ് അച്ഛൻ നമ്മുടെ സഭയെ
മുൻപോട്ട് നയിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. അതിനെ ഒരു കൽദായ സഭയുടെ പുത്രിസഭയായിട്ട് കാണുവാനായിട്ട് പ്ലാസിഡ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കർദിനാൾ പാറക്കാട്ടിലിൻ്റെ ആരാധനാക്രമ നവീകരണത്തിന് അടിത്തറയിട്ടത് ബഹുമാനപ്പെട്ട പ്ലാസിഡ് അച്ഛനാണ്. അദ്ദേഹവുമായി സംസാരിച്ച അവസരത്തിൽ എനിക്ക് ഒരവസരത്തിൽ അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്ലാസിഡ് അച്ഛനെ പലരും ഒരു കൽദായനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. നിലവിലുള്ള ഒരു ആരാധനാ പാരമ്പര്യത്തിൽ നിന്നാണ് നാം പുതുമയിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. ഇതാണ് കർദിനാൾ പാറക്കാട്ടിൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാരതീയ പൂജയുടെ ആവിർഭാവമെല്ലാം ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഉള്ളതിൽ നിന്ന് ആരംഭിക്കുക. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ വലിയ നവീകരണം കൊണ്ടുവന്ന 3 പേരാണ് കർദിനാൾ പാറക്കാട്ടിൽ, ഫാദർ ആബേൽ CMI, ഫാദർ പ്ലാസിഡ് CMI. ഇവർ 3 പേരും സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, വലിയ നവീകരണം വരുത്തിയിട്ടുണ്ട്. നമുക്ക് സഭ മുഴുവനും ഇവർക്ക് പ്രണാമം അർപ്പിക്കാം. ഗുരുവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.